ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതുവർഷം അങ്ങനെ വരികയാണ് 2024. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മൾ ഇന്ന് ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. പുഡിംഗ് ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലെ പുഡിംഗ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ വാനില പുഡിംഗ് മിക്സ്, ഈ ഒരു മിക്സ് വാങ്ങിച്ചാണ് നമ്മളിന്ന് വാനില പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ കുറഞ്ഞ പൈസയ്ക്ക് തന്നെ നമുക്ക് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ അവരുടെ തന്നെ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ വാനിലയും ചോക്ലേറ്റ് പുഡിങ്ങും ഒരുമിച്ച് ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ക്രിസ്മസിന്. അപ്പോൾ ന്യൂ ഇയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വെച്ചിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം, മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കി നമ്മൾ അതിനനുസരിച്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അത് പൊട്ടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ ഒരു പാക്കറ്റാണ്, ഇതിൽ പൗഡറായിട്ടാണ് വരുന്നത്. ഈ ഒരു പാക്കറ്റ് നമുക്കതിൽ കാണത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, അതിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ 500 ml മിൽക്ക് നമ്മൾ തിളപ്പിക്കുവാണ്. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്നത് ബോയിലിംഗ് മിൽക്കിലേക്കാണ് നമ്മൾ ഈ ഒരു ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ ഈ ഒരു മിക്സ്, ആ ഒരു പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം പാല് തിളപ്പിക്കുവാണ്. 500 ml ആണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു പൊടി നമ്മൾ ആദ്യം വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കാരണം നമ്മൾ നേരിട്ട് ഈ ഇത്രയും ചൂട് പാലിലേക്ക് നമ്മളിത് കൊടുക്കുമ്പം കട്ട പിടിക്കുമോ നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു ബൗളിലേക്ക് ഈ പൗഡർ ആദ്യം ഇട്ടിട്ട് കുറച്ച് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മളതൊന്ന് മിക്സ് ചെയ്യുവാണ്. അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് നമ്മൾ കുറച്ച് പാലിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൊത്തത്തിൽ ഈ 500 ml മിൽക്കിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം അതിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ചെയ്താലും കുഴപ്പം വരത്തില്ലായിരിക്കും. നമ്മൾ അതിനും കട്ട പിടിക്കുമോ എന്നുള്ളൊരു സംശയം നമുക്ക് വന്നുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്തിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് വീണ്ടും ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്ന പോലെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റാണ് അതിൽ പറഞ്ഞേക്കുന്നത്. അത്രയും നേരം നമ്മളൊന്ന് ഇളക്കി കൊടുത്തു. അതിന് ശേഷം നമ്മൾ നേരെ ഇനിയും സിലിക്കൺ പാത്രമാണ് ഈ കാണുന്നത്, ഇതിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ പാത്രം എടുക്കാം, നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനാണല്ലോ. അപ്പോൾ പിന്നെ ഒരു ചൂടോടെ തന്നെ വെക്കണം, അധികം തണുത്ത് പോകരുത്. കാരണം ഇതിൽ ജെലാറ്റിനൊക്കെ ആയിരിക്കുമല്ലോ ചേരുന്നത്. അപ്പോൾ അത് എന്താണ് ഇങ്ങനെ കട്ടയായിട്ട് വരും, പിന്നെ നമുക്ക് ഒഴിക്കാൻ പ്രയാസമായിരിക്കും. അപ്പം നേരത്തെ തന്നെ ഒഴിക്കുക. എന്നിട്ട് ഇതിനകത്തിരുന്ന് ഇത് ചെറിയ രീതിയിലൊന്ന് തണുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ചൂടോടെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ ഏത് സാധനമാണേലും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇരുന്നൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇതാ ഫൈനലി അങ്ങനെ നമ്മുടെ പുഡിങ്, വാനില പുഡിങ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 2 hours കഴിഞ്ഞിട്ടായിരുന്നു നമ്മളെടുത്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മിക്സ് വാങ്ങിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ ഒക്കെ കിട്ടും. അപ്പോൾ ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കഴിച്ച് നോക്കി, നല്ലതായിരുന്നു. നമ്മുടെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.